ഒടുവിൽ CPM കാര്യങ്ങൾ മനസ്സിലായി വരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മനസ്സിലായി എന്ന് പറയാൻ പറ്റത്തില്ല. മനസ്സിലായതായി നമ്മളോട് സമ്മതിക്കാൻ അവർ തയ്യാറാവുന്നു. അതായത് കഴിഞ്ഞ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ, കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ CPMനും LDFനും ഇത്ര വലിയ തിരിച്ചടി ഉണ്ടായതിൻ്റെ കാരണം ചിലരുടെ ധാർഷ്ട്യമാണ് എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്ന കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന അഭിപ്രായം, അല്ലെങ്കിൽ നിരീക്ഷണം, അല്ലെങ്കിൽ വിലയിരുത്തൽ. ധാർഷ്ട്യം, ധിക്കാരം. ആരുടെ ധാർഷ്ട്യം, ആരുടെ ധിക്കാരം? പാർട്ടിയെയും ഭരണത്തെയും മുന്നിൽ നിന്ന് നയിച്ചവരുടെ ധാർഷ്ട്യം. ഈ ധാർഷ്ട്യവും ധിക്കാരവും ജനങ്ങൾ കണ്ടപ്പോൾ, അവരാണല്ലോ വോട്ടിട്ട് നമ്മളെ ജയിപ്പിക്കേണ്ടത്, അവരിത് കണ്ടപ്പോൾ അവർക്കെന്താ തോന്നിയത്? ഇത് ഈ പാർട്ടിയുടെ തന്നെ ശൈലിയാണെന്നാണ്, പാർട്ടി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ്, ഇതവരുടെ രീതിയാണെന്നാണ് നാട്ടുകാരെ മനസ്സിലാക്കിയത്. അപ്പോൾ എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ളൊരു പാർട്ടിയെ ഇനി അധികാരത്തിൽ വേണ്ട എന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഈ ധാർഷ്ട്യവും ധിക്കാരവും ഇനി സഹിക്കാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഇത് പാർട്ടിയുടെ രീതിയല്ല, കമ്മ്യൂണിസത്തിൻ്റെ രീതിയല്ല, ഇതൊരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചു, കേരളത്തിൽ സംഭവിച്ചു. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? പാർട്ടിയോട് ചേർന്ന് നിന്നവർ, വ്യക്തികൾ, അനുഭാവികൾ, അല്ലെങ്കിൽ സംഘടനകൾ, വിഭാഗങ്ങൾ, ഇവരൊക്കെ പാർട്ടിയെ വിട്ടിട്ട് പോയി. അവർ UDFൻ്റെ അടുത്തേക്ക് പോയി. അവിടെ കാര്യങ്ങൾ മറ്റൊരു രീതിയിലായിരുന്നു. അവരെല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് ശ്രമിച്ചത്. ഇവിടെ അങ്ങനെയല്ല. ഞാൻ മതി, ഞങ്ങൾ മതി, എൻ്റെ കൂടെ നിൽക്കുന്നവർ മതി, മറ്റുള്ളവരെ വേണ്ട. ധാർഷ്ട്യം, ഇതൊക്കെയാണ് നമ്മുടെ രീതി. അങ്ങനെയുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാൽ മതി, പറ്റുന്നവർ മതി എന്നേ. എൻ്റെ ഈ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ സഹിച്ച് ഈ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുന്നവർ, അല്ലെങ്കിൽ LDFന് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ, അവർ മതിയെന്നേ. അതായിരുന്നു നയം, നിലപാട്. ആ നിലപാടിനാണ് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുത്തത് എന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ഡൽഹിയിൽ യോഗം ചേരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നു, വ്യക്തമാകുന്നു. ഇത് കേരളത്തിലെ നേതാക്കൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ ഈ ധിക്കാരവും ധാർഷ്ട്യവും ഇവിടെ വിലപ്പോവില്ല എന്ന്? കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു മുമ്പ് നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്, ലോക്സഭയിലേക്ക് നടന്ന ഇലക്ഷൻ, അവിടേക്ക് എന്താ സംഭവിച്ചത്? വാഷ് ഔട്ടായി പോയില്ലേ LDF അല്ലെങ്കിൽ CPM? അതെന്തുകൊണ്ടായിരുന്നു? ജനങ്ങൾക്ക് പാർട്ടിയോടുള്ള മനോഭാവത്തിൽ വന്ന വലിയ മാറ്റം, അതായിരുന്നു കാരണം. അത് മനസ്സിലാക്കുന്നതിൽ, അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് സമ്മതിക്കുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് അവർക്ക് തോന്നി. അതായിരുന്നു ആ തെരഞ്ഞെടുപ്പുകളിൽ സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ചേർന്നതാണ്, CPIയും CPMും ചേർന്നതാണ് LDF. സാധാരണഗതിയിൽ അത്തരം പാർട്ടികളുടെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു പരാജയം ഉണ്ടായാൽ അതിൻ്റെ തലനാരിഴ കയറി പരിശോധിക്കും, എവിടെയാണ് തെറ്റുപറ്റിയത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, എന്നിട്ട് തെറ്റുകൾ തിരുത്തും. ഏറ്റവും അവസാനം 2 അവസരങ്ങൾ ജനങ്ങൾ അവർക്ക് കൊടുത്തതാണ്, തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും. പക്ഷെ പഠിക്കാൻ തയ്യാറായില്ല, അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായില്ല, സ്വഭാവത്തിൽ വേണ്ട വ്യത്യാസങ്ങൾ വരുത്താൻ അവർക്ക് സാധിച്ചില്ല, നേതൃത്വത്തിന് പറ്റിയില്ല. അതിൻ്റെ ഫലമാണ് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വന്ന വലിയ തകർച്ച, പരാജയം. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ, യാതൊരു തടസ്സവും കൂടാതെ ഇത്തരത്തിലുള്ള ധിക്കാരവും ധാർഷ്ട്യം നിറഞ്ഞ സമീപനങ്ങളും ശക്തമായിട്ട് നിൽക്കുമ്പോൾ, ഒരു സംഘം വൈതാളികർ, സ്തുതിപാഠകർ ഇവർക്കൊക്കെ ചുറ്റും നിന്നിട്ട് വാഴ്ത്തുപാട്ടുകൾ ചമയ്ക്കുകയായിരുന്നു. അവരെന്താ പറഞ്ഞത്? ഈ ധിക്കാരവും ധാർഷ്ട്യവുമൊക്കെ ഇരട്ടച്ചങ്കുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെന്ന്, അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇരട്ടച്ചങ്കന്മാരാണെന്നാണ് പറഞ്ഞത്. മറ്റൊരു വാഴ്ത്തുപാട്ട് എങ്ങനെയായിരുന്നു? ഇന്ന് ഈ പാർട്ടിക്കുള്ള യശസ്, അല്ലെങ്കിൽ പേര്, കീർത്തി, അതിങ്ങനെ ഈ ഭൂമിയിലും ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ അങ്ങനെ പരന്ന് കിടക്കുന്നതിൻ്റെ കാരണം ഒരു കാരണഭൂതരാണെന്ന്. അതായിരുന്നു മറ്റൊരു തിരുവാതിരപ്പാട്ട്. ആ പാട്ടിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴത്തേക്കല്ലയോ തെരഞ്ഞെടുപ്പ് വന്നതും അടപടലം പാർട്ടിയും മുന്നണിയും പൊളിഞ്ഞ് തകർന്ന് താഴെ വീണതും. അല്ലെങ്കിൽ ആ വാഴ്ത്തുപാട്ടുകാരൻ ഇപ്പോഴൊരു അവാർഡുമായിട്ട് സ്ഥലം വിടുമായിരുന്നു.
കേരളത്തിലെ ജനങ്ങൾ എന്തു വേണമെങ്കിലും സഹിക്കുന്നവരാ. പട്ടിണി കിടക്കാൻ വരെ തയ്യാറായ. രാജ്യത്ത് ഭക്ഷണ സാധനങ്ങൾ കിട്ടാനില്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മുടിഞ്ഞ വിലക്കയറ്റമാണെന്ന് വിചാരിക്കുക. ഭരണം വേണ്ട പോലെ നടക്കുന്നില്ല, ക്രമസമാധാനം തകർച്ചയിലാണ്, വികസന പ്രവർത്തനങ്ങൾ കാണാനേ ഇല്ല, ഒരു സർക്കാർ മുഴുവൻ പരാജയമാണ്. എന്നാൽ പോലും സഹിക്കും. എങ്കിലും അവൻ്റെ തലയിൽ കയറിയിരുന്ന് ധിക്കാരവും ധാർഷ്ട്യവും കാണിച്ചോണ്ടല്ലോ അവൻ സമ്മതിക്കത്തില്ല. അവൻ വരെ പണി നോക്കാൻ പറയും. അതാ കേരളത്തിൽ നടന്നത്. എന്നിട്ടും നമ്മുടെ നേതാക്കൾക്കത് മനസ്സിലായില്ല. സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും അങ്ങേറ്റത്തെ സ്വാർത്ഥതയാണ് കാണിച്ചത്, അല്ലെങ്കിൽ പാർലമെൻ്ററി വ്യാമോഹം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മത്സരിക്കാനും മന്ത്രിയാകാനുള്ള താല്പര്യമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കാനും ജയിക്കുകയാണെങ്കിൽ മന്ത്രിയാക്കാനുമുള്ള ഒരു ആഗ്രഹം. അതിനെപ്പറ്റി വിമർശനം കൊണ്ടുവന്നപ്പോഴേ പരിഹാസത്തോടെയാണ് അതിനെപ്പറ്റി കണ്ടത്. ഭാര്യയ്ക്ക് സീറ്റ് കൊടുത്തത് മാത്രമല്ല, രക്തസാക്ഷി കൊണ്ട് അടിച്ചു മാറ്റിയവർക്ക് വീണ്ടും സീറ്റ് കൊടുത്തു. കൊടുക്കരുതേ എന്ന് പറഞ്ഞു പാർട്ടിയോട് സ്നേഹമുള്ളവർ. വേറെ എത്രയോ മിടുക്കന്മാരുണ്ട് ഈ പാർട്ടിയിൽ മത്സരിക്കാൻ. അല്ല, കൊടുക്കും, ഞങ്ങളത് കൊടുത്തിരിക്കും, ഞങ്ങളുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞ് വീണ്ടും സ്ഥാനാർത്ഥിയാക്കി. അവിടെ തോറ്റു. അമ്പലപ്പുഴയിലെ ജി സുധാകരൻ, അദ്ദേഹത്തെ പിണറായിയുടെയും എം വി ഗോവിന്ദൻ മാഷുടെയും ആളുകൾ ജില്ലയിലെ നേതാക്കൾ ഓടിച്ചിട്ട് തല്ലുകയായിരുന്നു, അവമാനിക്കുകയായിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഇതിവിടെ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളൊരു പാഠം അങ്ങോട്ട് പഠിപ്പിക്കാമെന്നാണ് ജില്ലയിലെ നേതാക്കൾ പറഞ്ഞത്. അതിന് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ഒക്കെ ചൂട്ടുപിടിച്ചു കൊടുത്തു. എന്നുണ്ടായി അവസാനം? അവിടെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിച്ചു ജി സുധാകരൻ. ഇതൊക്കെ പറഞ്ഞവരെ പരിഹസിക്കുകയായിരുന്നു നേതൃത്വം. ഇത് ജില്ലാ കമ്മിറ്റിയുടെ കുഴപ്പമാണ്, സ്റ്റേറ്റ് കമ്മിറ്റിയുടെ കുഴപ്പമാണ്. ഞങ്ങളാരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഇത് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ചമച്ചത്. ഇപ്പോൾ അതൊക്കെ പാർട്ടിയുടെ വലിയ പതനത്തിനും വീഴ്ചയ്ക്കും കാരണമായെന്ന് ഡൽഹിയിൽ ചേർന്ന CC കണ്ടെത്തിയിരിക്കുക. ഈ CC എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരല്ല. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവരമുള്ള ആളുകളുണ്ട്. അവരൊക്കെ കൂടി ഇരിക്കുമ്പോൾ യഥാർത്ഥ കാരണങ്ങളവിടെ തെളിഞ്ഞു വരും, ചർച്ചയിൽ ഉയർന്നു വരും. പിണറായി വിജയനും ഗോവിന്ദൻ മാഷ്ക്ക് ഒരു തെറ്റും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വെള്ളം കൂടാതെ അവർ വിഴുങ്ങത്തില്ല. അതാണ് കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചകളിൽ നമ്മൾ കണ്ടത്. ശൈലി മാറ്റണമെന്ന് പറഞ്ഞിരിക്കുക. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ തിരിച്ചുവരവ് അസാധ്യമാണെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ വന്ന അഭിപ്രായം. ശരിയാണ്, ഞങ്ങളത് സമ്മതിക്കുന്നു. ശൈലി മാറ്റണം, നമ്മുടെ പ്രവർത്തന രീതികളിൽ കാര്യമായ മാറ്റം വരണം, അതിന് തയ്യാറാ. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ ഈ നേതാക്കൾ ആരെയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ധിക്കാരവും ധാർഷ്ട്യവും കാട്ടിയ നേതാക്കൾ, മുന്നിൽ നിന്ന് നയിച്ചവർ, അവരെ വിട്ടൊരു കളിയില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടും ഭരണം പോയിട്ടും ഈ പാർട്ടിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? ആ CPക്കാരോട് എന്തുവാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രതിപക്ഷ നേതൃസ്ഥാനം CPMനാണ്. സത്യം പറഞ്ഞാൽ ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം എന്ന് പറയുന്നത് നിയമസഭാ ചട്ടങ്ങളിലൊന്നും ഉള്ളതല്ല. എങ്കിലും അങ്ങനെ ഒരു ധാരണയുണ്ട്, ഒരു ഉപനേതാവ്. അതെങ്കിലും ഒന്നതാ, ഞങ്ങൾക്കത് അർഹതപ്പെട്ടതാ, അവകാശപ്പെട്ടതാ, കൊടുക്കത്തില്ല. എന്തൊരു ധാർഷ്ട്യമാണ്! അങ്ങനെ ഒരു ചിന്തയേ ഇല്ല, അങ്ങനെ ഒരു ആലോചനയ്ക്കും ഞങ്ങളില്ല. CPM എടുത്തിരിക്കുന്ന നിലപാടാണ്. ഈ തോറ്റതിന് ശേഷമാണ് LDF 35-ലെത്തിയതിന് ശേഷം, CPM 26-ലെത്തിയതിന് ശേഷം രണ്ടാമത്തെ പ്രധാന കക്ഷിയായ CPIയോട് ഇവർ കാണിക്കുന്ന ധാർഷ്ട്യമാണത്. ശൈലി മാറാം, നിലപാടുകളും പ്രവർത്തന രീതികളും അതിലൊക്കെ മാറ്റം കൊണ്ടുവരാം. പക്ഷേ ഇത് ചെയ്തവരുണ്ടല്ലോ, ഈ കുറ്റം ചെയ്തവർ, അവരെ ഞങ്ങൾ ജന്മം പോയാൽ മാറ്റത്തില്ല. അവരില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കളിക്കും ഞങ്ങളില്ല. അതാണിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നിരിക്കുന്നത്. അവരെന്ത് തീരുമാനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഈ ചർച്ചകൾക്കിടയ്ക്ക് നമ്മുടെ ബേബി സഖാവേ, കാബോ വെർദ എന്ന് പറയുന്ന ടീമിൻ്റെ, ഫുട്ബോൾ ടീമിൻ്റെ 40 വയസ്സ് പിന്നിട്ട ഗോളിയായ ഒസീഞ്ഞയുടെ കാര്യം പറഞ്ഞു വന്നാണ് കേട്ടത്. കാരണം പാർട്ടിയെ നയിക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ലെന്ന് പുള്ളിക്കാരൻ്റെ പുതിയ കണ്ടുപിടുത്തമാണ്. എത്ര പ്രായമാണെങ്കിലും കുഴപ്പമില്ല. ഒസീഞ്ഞ ഗോളിയായിട്ട് കളിക്കുന്നില്ലയോ? എങ്കിൽ പിന്നെ 85-90 വയസ്സുള്ളവർക്ക് പാർട്ടിയെ നയിച്ചുകൂടെ? എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, നല്ലൊരു പാസ് കൊടുത്ത് കളിക്കണം, കളിക്കാർ തമ്മിലൊരു ഒത്തിണക്കം വേണമെന്ന്. A Bയിലേക്ക് പാസ് കൊടുത്താൽ B Cയിലേക്ക് കൊടുക്കണം. അങ്ങനെ കളിച്ച് മുന്നേറുമ്പോഴാണ് ജയിക്കുക എന്ന്
ബേബി സാഹു പറഞ്ഞതാ, സംഗതി ശരിയാ. പാസ് കൊടുത്ത് കളിക്കാതെ ഫുട്ബോൾ ജയിക്കാൻ പറ്റുമോ? പക്ഷേ പാസ് കൊടുക്കാനുള്ള എക്കാപ്പുള്ളവർ വേണം, കഴിവുള്ളവർ വേണം. ഒസീഞ്ഞ 40-ാമത്തെ വയസ്സിൽ ഗോളിയായിട്ട് കളിച്ചെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. ബേബി സഹാബിന് തന്നെ 72 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെ വേവലാതി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടിയുടെ രീതിയാണെങ്കിൽ അടുത്തൊരു 5 വർഷം കഴിയുമ്പോൾ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ബേബിക്കൊരു 77 വയസ്സാവെന്ന് വിചാരിച്ചു. എന്നാലും അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് LDF നയിക്കാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണെങ്കിൽ ഒസീഞ്ഞയുടെ കാര്യമൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. പാർട്ടിയെ നയിക്കാൻ പ്രായം മാത്രമല്ല പ്രശ്നം, പാർട്ടിയോടുള്ള കൂറ്, പാർട്ടി ജയിക്കണമെന്ന ആഗ്രഹം. അല്ലാതെ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ കൂടെ നിൽക്കുന്നവരും അവർ മാത്രം മതി പാർട്ടിയിൽ എന്താണെങ്കിൽ അത് ശരിയാവത്തില്ല. പാർട്ടിക്ക് നന്നാകണമെന്നുണ്ടെങ്കിൽ അടിമുടി മാറണം. പ്രായമുള്ളവരെ ഒഴിവാക്കൽ മാത്രമല്ല, പരാജയപ്പെട്ടവരെ ഒഴിവാക്കുകയാണ് വേണ്ടത്. പ്രായമോടെ നിൽക്കട്ടെ, പാസ് കൊടുക്കാൻ കഴിവുള്ളവർ വേണം, അത് മറ്റൊരു കാര്യം. പക്ഷേ ഒരിക്കൽ മുൻനിന്ന് നയിച്ചവർ പരാജയപ്പെട്ടുവെങ്കിൽ അവരെ മാറ്റി പുതിയ നേതൃത്വത്തെ കൊണ്ടുവരുന്നതിന് ഈ പാർട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ കഷ്ടമെന്നേ പറയാനുള്ളൂ. ഇനി വിശാലമായ സംസ്ഥാന കമ്മിറ്റി ചേരുമ്പോൾ അതൊക്കെ ആലോചിക്കാനാ സാധ്യതയെന്നാണ് മനസ്സിലാകുന്നത്. വിശാല സംസ്ഥാന കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സംസ്ഥാന കമ്മിറ്റിക്ക് പുറമേ ജില്ലാ സെക്രട്ടറിമാർ, അതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇവരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാവും. അതിൻ്റെ ഘടന എന്താവണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇനി അവർ ചർച്ച ചെയ്യട്ടെ എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ ചർച്ച ചെയ്താലും ആര് ചർച്ച ചെയ്താലും മാറ്റങ്ങളുണ്ടായേ പറ്റൂ, ശൈലി മാറിയേ പറ്റൂ. ഈ ധിക്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും ശൈലിയിൽ പ്രവർത്തിച്ചവർ ഒഴിവായി നിന്നാലേ ഇതൊക്കെ സാധിക്കൂ.